രാമക്കൽമേട് ആമപ്പാറ ജാലകം എക്കോ പാർക്കിൽ വിനോദസഞ്ചാരികളുടെ പ്രതിഷേധം. സൂര്യോദയം കാണുവാനെത്തിയ സഞ്ചാരികൾക്ക് പാർക്ക് തുറന്നു കൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. 3.16 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പാർക്ക് വ്യാഴാഴ്ചയാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. സാഹസികത ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ആമപ്പാറയിലെത്തുന്നത്. ആമപ്പാറയുടെ സമീപം നിന്നാൽ തമിഴ്നാട്ടിലെ തേനി, മധുര ജില്ലകളുടെ വിദൂര ദൃശ്യങ്ങൾ, വൈഗാ ഡാം, കാറ്റാടിപ്പാടം, രാമക്കൽമേട്, കുറവൻകുറത്തി ശില്പം, സൂര്യോദയം, സൂര്യാസ്തമയം എന്നിവ ഉൾപ്പെടെ നയനമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയാണ് ഇവിടെ DTPCയുടെ നേതൃത്വത്തിൽ 2 ഘട്ടങ്ങളിലായി 3.16 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ വ്യാഴാഴ്ചയായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ സൂര്യോദയം കാണാനെത്തിയ സഞ്ചാരികൾക്ക് പാർക്ക് തുറന്നുകൊടുത്തില്ല. ഇവര് കണ്ണൂരിൽ നിന്നെത്തിയ ഗസ്റ്റുകളാണ്. രാമക്കൽമേട് ആമപ്പാറ ജാലക എക്കോ പാർക്കിൽ എത്തിയതാണ്. ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. 7:45. ഇതിനൊരു ടൈമിംഗ് വെച്ചിട്ടില്ല. അപ്പം ഈ വന്ന ആൾക്കാർ വളരെ നിരാശരായിട്ടാണ് നിൽക്കുന്നത്. സൂര്യോദയം കാണാൻ എത്തണമെങ്കിൽ തലേന്ന് വിളിച്ചു പറയണമെന്നാണ് DTPC ജീവനക്കാരുടെ നിലപാട്. രാമക്കൽമേടില് തലേ ദിവസം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.